നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാർഗിൽ യുദ്ധ വിജയ സ്മരണയിൽ രാജ്യം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരു മരണം. തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 26 പേർക്ക് പരിക്ക്. മാപ്രാണത്ത് വയോധികന് യുവാക്കളുടെ ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് സിഗരറ്റ് ചോദിച്ച് എത്തിയ യുവാക്കൾ. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ പ്രതിഷ്ഠാ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വെണ്ടൂർ ലഷർലാൻഡ് ഹെൽത്ത് ക്ലബിൽ സൗജന്യ മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാർഗിൽ യുദ്ധ വിജയ സ്മരണയിൽ രാജ്യം. 27ാം കാർഗിൽ വിജയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാനത്തും ജില്ലയിലും നടക്കുകയാണ്. കാർഗിലിലെ മഞ്ഞു പുതച്ച മലനിരകളിൽ യുദ്ധം തുടങ്ങുന്നത് 1999 മെയ് 10-നാണ്. ജൂലൈ 26-ന് അവസാനിച്ച യുദ്ധത്തിൽ 527 വീര സൈനികരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ ബാൾട്ടിസ്ഥാൻ ജില്ലയിലെ കാർഗിലിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യം ആദ്യം കണ്ടത് ദ്രാസ് മേഖലയിൽ നഷ്ടപ്പെട്ട ആടിനെ തേടിയിറങ്ങിയ ആട്ടിടയൻ ത്യാഷി നഗ്യാൻ ആണ്. അദ്ദേഹം ഉടൻ തന്നെ സൈന്യത്തെ വിവരമറിയിച്ചു. ഈ സൂചന പിന്തുടർന്ന് പട്രോളിങ്ങിനിറങ്ങിയ ക്യാപ്റ്റൻ സൗരഭ് കാലിയയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം തിരികെ വന്നില്ല. ഭീകരരുടെയും അഫ്ഗാൻ കൂലിപ്പടയാളികളുടെയും സഹായത്തോടെ കാർഗിലിലെ ഉയർന്ന പോസ്റ്റുകളെല്ലാം പാകിസ്ഥാൻ പിടിച്ചടക്കി. ദ്രാസും കാർഗിലും കടന്ന് ലഡാക്കിലേക്ക് പോകുന്ന പാത പിടിച്ചെടുക്കാനായിരുന്നു പാക് ശ്രമം. കാർഗിലിലെ ഇന്ത്യൻ ആയുധ ശേഖരശാലയ്ക്ക് നേരെ ഷെല്ലാക്രമണവും ഉണ്ടായി. ഇന്ത്യൻ മിഗ് വിമാനം പാക് സൈന്യം വെടിവെച്ചിടുകയും ലഫ്റ്റനന്റ് കേണൽ നച്ചികേത പാക് പിടിയിലാവുകയും ചെയ്തു. നച്ചികേതയെ തേടിപ്പോയ മറ്റൊരു മിഗ് വിമാനവും ഹെലികോപ്റ്ററും പാക് സൈന്യം വെടിവെച്ചിട്ടതോടെ 5 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു. 1999 ജൂൺ 6-ന് ഇന്ത്യയുടെ പ്രത്യാക്രമണം ആരംഭിച്ചു. 2 ലക്ഷം സൈനികരെ അണിനിരത്തിയാണ് നുഴഞ്ഞുകയറിയ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയത്. 30,000 ഭടന്മാർ യുദ്ധമുന്നണിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കാർഗിലിലും ദ്രാസിലും പ്രത്യാക്രമണം ശക്തമാക്കിയ ഇന്ത്യൻ സൈന്യം ബത്താലിക് സെക്ടർ പിടിച്ചെടുത്തു. ജാട്ട് റെജിമെന്റിലെ ക്യാപ്റ്റൻ സൗരഭ് കാലിയ അടക്കമുള്ളവരെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവരുന്നു. കനത്ത തിരിച്ചടി തുടങ്ങിയ ഇന്ത്യൻ സൈന്യം ട്രോളോലിംഗ് കുന്നുകളും ടൈഗർ ഹില്ലും തിരിച്ചുപിടിച്ചു. മലയടിവാരത്തിൽ നിന്ന് കുന്നുകൾ പിടിക്കാൻ കയറിയ കരസേനയിലെ ധാരാളം സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചു. 1999 ജൂലൈയിൽ ദ്രാസ് കരസേന തിരിച്ചുപിടിച്ചു. ലേസർ ബോംബുകളുമായി മിറാഷ് യുദ്ധവിമാനങ്ങൾ കൂടി എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. പാകിസ്ഥാൻ പതിയെ പിൻവാങ്ങാൻ തുടങ്ങി. കരസേനയുടെ ബൊഫോഴ്സ് തോക്കുകളും പാക് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നിരന്തരം തീതുപ്പി. ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്തില്ലെന്ന് ബോധ്യപ്പെട്ട പാക് സൈന്യം ഒടുവിൽ പരാജയം സമ്മതിച്ചു. കാർഗിൽ വിജയത്തിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തെ അതിർത്തികൾ കാക്കാൻ സ്വന്തം ജീവൻ സമർപ്പിച്ച ധീര സൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ചടങ്ങിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാഷുവിന്റെ ഭാര്യ ഷിജി ഈനാഷു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ സൈനികനുമായ ടോണി ചാക്കോള അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, വിപിൻ വർഗീസ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ രഘുനാഥ് സി മേനോൻ, പൂർണിമ സുരേഷ്, രേഷ്മ മേനോൻ എന്നിവർ സന്നിഹിതരായി. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഗിൽ വിജയ് ദിനാചരണത്തോടനുബന്ധിച്ച് വിമുക്ത ഭടൻ TC ഡേവിസ്, ആർമി ഉദ്യോഗസ്ഥൻ KM മിഥുൻ എന്നിവരെ ആദരിച്ചു.
കാർഗിൽ യുദ്ധാനുഭവത്തെക്കുറിച്ച് ഡേവിസും യുദ്ധ ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങളെക്കുറിച്ച് മിഥുനും കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു. ചടങ്ങ് PTA പ്രസിഡന്റ് ബൈജു വാഴക്കാല ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ CC ബെസ്സി അധ്യക്ഷയായി. സിജി എസ്റ്ററേത്ത, K സജി വർഗീസ്, UG റോസിലി, ലിസ ജോസ്, KV മേരി റൽമി എന്നിവർ പ്രസംഗിച്ചു. കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരു മരണം. തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 26 പേർക്ക് പരിക്കേറ്റു. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് തലക്കീഴായി മറിയുകയായിരുന്നുവെന്നാണ് വിവരം. 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും പറയുന്നു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. പരുക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈഷ്ണവും സഹോദരനും ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയാണ് അപകടം. സഹോദരൻ പരുക്കേറ്റ് ചികിത്സയിലാണ്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും യാത്രക്കാരെ പുറത്തെത്തിച്ചു. തൃശൂർ കോഴിക്കോട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. അഗ്നിരക്ഷാസേനയും നാട്ടുകാരുമാണ് യാത്രികരെ പുറത്തെടുത്തത്. ബസ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ബസിന്റെ നടുഭാഗം 2ആയി പിളർന്നു. വളാഞ്ചേരി, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പരുക്കേറ്റവരെ എത്തിച്ചത്. മാപ്രാണത്ത് ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന വയോധികനെ യുവാക്കൾ മർദ്ദിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന സമീപവാസിയായ കളപ്പുരയ്ക്കൽ വീട്ടിൽ രാജൻ എന്നയാളെയാണ് കടയിലെത്തിയ 2 യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചത്. സിഗരറ്റ് ചോദിച്ചെത്തിയ യുവാക്കൾ സിഗരറ്റ് ഇല്ല എന്ന മറുപടിയിൽ പ്രകോപിതരായാണ് കട ഉടമയെയും രാജന് നേരെയും ആക്രമണം നടത്തിയതെന്നും ഇവർ ലഹരിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. ആക്രമണത്തിനിടെ രാജന്റെ കഴുത്തിലെ മാല ഇവർ പൊട്ടിച്ചു. പിന്നീട് നാട്ടുകാരുടെ ഇടപെടലിലൂടെ ഏറെ നേരത്തെ ശ്രമഫലമായാണ് മാല തിരികെ ലഭിച്ചത്. ഇരിങ്ങാലക്കുട പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. മുൻപും സമാന രീതിയിൽ മാപ്രാണത്ത് ഹോട്ടലിൽ യുവാക്കളുടെ ആക്രമണമുണ്ടായതായും വ്യാപാരികൾക്ക് സംരക്ഷണം വേണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനവും വിജയാഹ്ലാദ സദസ്സും സംഘടിപ്പിച്ചു. കവി ജോയ് വടക്കുംപാടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. TM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവീൺ M കുമാർ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാഫി കല്ലുപറമ്പിൽ, ജോൺ വട്ടക്കാവിൽ, ലിനോ മൈക്കിൾ, KA ഹനീഫ, തോമസ് കാവുങ്ങൽ, സിബി ചെറുപറമ്പൻ, ശ്രീജ പ്രബീഷ്, നൂർജഹാൻ നവാസ്, സൂരജ് കുണ്ടണി എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിന്റെ നടപടിക്കെതിരെ കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷീല ജോർജ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, VR സുരേഷ്, മണ്ഡലം കമ്മിറ്റി അംഗം VK അനീഷ്, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, വൈസ് പ്രസിഡന്റ് അജിത മാധവൻ, സജിത രാജീവൻ, ബിജിത രാജൻ, ഓമന ഗോപാലൻ, സുനന്ദ ശശി, സന്ധ്യ കുട്ടൻ, അനുപമ സുധീഷ്, രജനി മുരാന്തകൻ, രമ സന്തോഷ്, സാഹിത്യ ജിതേഷ്, CK രത്നകുമാരി തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ദേശീയ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന്റെ സന്തോഷസൂചകമായി ലഡു വിതരണം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കല്ലേറ്റുംകരയിൽ നടന്ന വിജയോത്സവം കായിക യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രേഖ സന്തോഷ്, ഹെലൻ ചാക്കോ, TI ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KV രാജു, ഡെൻസി ഡെൻപോൾ, CK ധർമ്മരാജൻ, പഞ്ചായത്ത് സെക്രട്ടറി KN സുനിൽ എന്നിവർ പ്രസംഗിച്ചു. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ പ്രതിഷ്ഠാ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ തെക്കിനിയത്ത കാർമ്മികനായി. ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട്, കൈക്കാരന്മാരായ ബാബു കിഴക്കേയിൽ ചേറു, ജോസ് വെളിയൻ,
റോണി ജെയിംസ് ചിറേത്ത് മന്നിയിൽ, ജനറൽ കൺവീനർ ജോഷി ആന്റണി മന്നലി, പബ്ലിസിറ്റി കൺവീനർ ആൻസ് ആന്റോ എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക തൊഴിലാളി അളഗപ്പ നഗർ ഈസ്റ്റ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. KSKTU ഏരിയ സെക്രട്ടറി P.K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. K.K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം M.K. ബൈജു, V.D. സുധീഷ്, P.S. രഞ്ജിത്ത, P.N. വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി C.R. രാജേഷിനെയും പ്രസിഡന്റായി K.K. ഉണ്ണികൃഷ്ണനെയും തിരഞ്ഞെടുത്തു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. വിശേഷാൽ പൂജയും അന്നദാനവും ഉണ്ടായി. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. സുരേഷ് ശാന്തി കാർമ്മികത്വം വഹിച്ചു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷാ കേരളം കൊടകര BRCയുടെ നേതൃത്വത്തിൽ സ്നേഹപൂർവ്വം ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപകരണ വിതരണോദ്ഘാടനവും പുസ്തകപ്പെരുമ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മിനിദാസൻ, ജയന്തി, മുൻ BPC അനൂപ, BPC ഫേബ എന്നിവർ പ്രസംഗിച്ചു. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വെണ്ടൂർ ലഷർലാൻഡ് ഹെൽത്ത് ക്ലബ്ബിൽ സൗജന്യ മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജെയ്സൺ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. നെപ്പോ ചിറമൽ, ജോസ് വെല്ലപ്പാടി എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് മിനി ആന്റോ നേതൃത്വം നൽകി. മൂത്രാശയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സംശയ നിവാരണവും പരിപാടിയുടെ ഭാഗമായി നടത്തി. കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റുമായ ഡോക്ടർ ബോബി ജോൺ ക്ലാസ് നയിച്ചു. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയിൽ സൗജന്യ യോഗ ക്ലാസ് രജിസ്ട്രേഷൻ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ അംഗത്വം, ഓണത്തോടനുബന്ധിച്ചുള്ള സൗജന്യ ഏകദിന യാത്രയുടെ ബുക്കിംഗ്, വയോജനങ്ങളുടെ ജന്മദിനാഘോഷം, വിനോദ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ അംഗത്വം ലഭ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 8015050777, അടുത്ത നമ്പർ 8089144494. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 300ഓളം പേര് അടക്കമുള്ള ഈ അംഗങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, മുൻകൂട്ടി ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ വരിയിൽ നിന്ന് ഡോക്ടറെയൊക്കെ കാണാനും അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഓരോ വ്യക്തികൾക്കും. പക്ഷെ അതെല്ലാം ഇന്ന് നമ്മളുടെ ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും സംവിധാനങ്ങളും ഇന്ന് ഈ ലാൻഡ് ക്ലബ്ബ് ഇവിടെ നിങ്ങൾക്ക് നടത്തി പോരുന്നു. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാം കാണുമ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ പങ്കുചേരാൻ എനിക്ക് പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുവാൻ എത്തിച്ചേർന്ന കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ യൂറോളജി സർജൻ ഡോക്ടർ ബോബി ജോൺ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വരുവാൻ സമ്മതിച്ചത്. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടറിൻ്റേത്. നമസ്കാരം. 14/6/2026 നടന്ന ഗോൾഡൻ ഏജ് വയോജന കൂട്ടായ്മയുടെ റിപ്പോർട്ട് 14/6/2026 ഞായർ 3:30 വെണ്ടൂർ ലിഷർലാൻഡ് ഹാളിൽ വയോജന കൂട്ടായ്മ നടത്തി. കൂട്ടായ്മയിൽ 59 പേർ പങ്കെടുത്തു. 3:30 ശ്രീമതി മിനി ആന്റോയുടെ നേതൃത്വത്തിൽ പ്രഷർ, ഷുഗർ പരിശോധനകൾ നടത്തി. രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിൻ്റെയും മാടായിക്കോണം അനാരിക ആയുർവേദ ക്ലിനിക്കിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
രാപ്പാൾ KLP സ്കൂളിൽ നടന്ന ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് അശോകൻ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം M വാസന്തി, സുഹൃതം സെക്രട്ടറി സരിത തിലകൻ, മടത്തിവീട്ടിൽ വിലാസിനിയമ്മ, ട്രസ്റ്റ് ചെയർമാൻ M ഹരിനാരായണൻ, ഡോക്ടർ T ദൃശ്യ, ഡോക്ടർ P ശ്രുതി, ഡോക്ടർ KV കാർത്തിക, റമി ഗിരിജൻ എന്നിവർ സന്നിഹിതരായി. കനകമല കത്തോലിക്ക കോൺഗ്രസും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷോജൻ D വിധേയത്തിൽ അധ്യക്ഷത വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യ ഷിജു, ലിൻഡോ കരുത്തി, കൈക്കാരൻ ജോർജ് പന്തല്ലൂക്കാരൻ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ഡോക്ടർ ആൻ രേഷ്മ, വർഗീസ് വെളിയൻ, ഷീന തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഷിബു ആട്ടോക്കാരൻ, ജോജു ചുള്ളി, ജോസ് കുറുകുറ്റിക്കാരൻ, ബിജു ചുള്ളി, ബിന്ദു ജോജു എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്തിലെ നാടിപ്പാറ വാർഡ് കാരുണ്യ വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് CG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സബിത മയ്യാടൻ, വയോജന ക്ലബ്ബ് പഞ്ചായത്ത് തല സെക്രട്ടറി AK രാജൻ, വയോജന ക്ലബ്ബ് സെക്രട്ടറി KV പ്രഭാകരൻ, P ശിഖാമണി, CO തങ്കമണി, VS സുബീഷ്, AK ശങ്കരൻ, NP അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 14-ാം വാർഡ് കടമ്പോട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗവും ഔഷധ കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PU സിറിയക് അധ്യക്ഷത വഹിച്ചു. നാഷണൽ ലെവൽ അത്ലറ്റിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ഉഷ മാണി, ചെറുകഥാ മത്സരത്തിൽ സമ്മാനം നേടിയ ശാന്ത പള്ളായി എന്നിവരെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനി, പഞ്ചായത്ത് അംഗം PS അംബുജാഷൻ, വയോജന ക്ലബ്ബ് സെക്രട്ടറി TD ശ്രീധരൻ, ട്രഷറർ ജോണി കോപ്ലി, ആരോഗ്യ പ്രവർത്തക PK ആശ, OS മാധവൻ, VK മേനക എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കരയിലെ വയോജനങ്ങൾക്കായി നടത്തിയ സൗജന്യ ആയുർവേദ കഞ്ഞി വിതരണം സമാപിച്ചു. പഞ്ചായത്ത് അംഗം PR സുരേഷ്, വയോജന ക്ലബ്ബ് ഭാരവാഹികളായ VK രവി, അരവിന്ദാക്ഷൻ, രാമചന്ദ്രൻ ചുള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ, ആശാപ്രവർത്തകർ, അങ്കണവാടി പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. തുടർന്ന് വരണ്ട കണ്ണ് രോഗം ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ഡോക്ടർ M ആൻമികയും ഗർഭാശയ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ D കീർത്തനയും ക്ലാസ് എടുത്തു. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ശുശ്രൂഷിക്കാം, അല്ല ഇനി നമുക്ക് എങ്ങനെ വിദഗ്ധരെ പോയി കണ്ടെന്ന് മാറ്റാം. നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മാം കംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തുണി, ഒരു നല്ല കോട്ടൺ വൃത്തിയുള്ള തുണി നമ്മൾ ചൂടാക്കി. ഇടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് മഴ സാധ്യത വർദ്ധിച്ചത്. നിലവിൽ തെക്കൻ കേരളത്തിൽ മഴയില്ലാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്ത് മഴ പെച്ചിപ്പിടുമെന്നും ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വ്യാപക മഴ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്ത് മഴക്കുറവ് രൂക്ഷമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും പല ജില്ലകളിലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ വിവിധ റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഒഴിവുകളിലേക്ക് ജൂലൈ 28-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും പുതിയതായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താം. സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 0487275146, മൊബൈൽ 6282421915. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ.
കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റർ കടമ്പോട് കളപ്പുരയ്ക്കൽ ശ്രീധരൻ മകൻ സലോജ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കേരള വിഷന്റെ വെള്ളിക്കുളങ്ങര ആശാൻപടി കടമ്പോട് മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്ററും പുതുക്കാട് ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ ഷെയർ ഹോൾഡറുമാണ്. PWD ഓവർസിയർ സ്മിജയാണ് ഭാര്യ. മകൻ സൂര്യദേവ്. ഇഞ്ചക്കുണ്ട് ഉപ്പുഴി താഴത്തേൽ തോമസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11:30 ഇഞ്ചക്കുണ്ട് ലൂർദുമാത പള്ളിയിൽ. ഷീലയാണ് ഭാര്യ. മാർട്ടിൻ, രഞ്ജു, മേഘ എന്നിവർ മക്കളും. ഷിൻഡ, ചിഞ്ചു, അജിത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഗിൽ യുദ്ധ വിജയ സ്മരണയിൽ രാജ്യം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞ് ഒരു മരണം. തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെ 26 പേർക്ക് പരിക്ക്. മാപ്രാണത്ത് വയോധികന് യുവാക്കളുടെ ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് സിഗരറ്റ് ചോദിച്ച് എത്തിയ യുവാക്കൾ. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ പ്രതിഷ്ഠാ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വെണ്ടൂർ ലഷർലാൻഡ് ഹെൽത്ത് ക്ലബിൽ സൗജന്യ മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.